വൺ പീസിന്റെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ചാപ്റ്റർ അടിപൊളിയായിരുന്നു. അതിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റാതെ പോയ കുറച്ച് ഫാക്ട്സ് ആണ് ഞാൻ ഇവിടെ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ആ ഗോഡ് നൈറ്റ്സിന്റെ കൂട്ടത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന യതിയെ പോലെ ഇരിക്കുന്ന ജയന്റ് മനുഷ്യനുണ്ടല്ലോ, പുള്ളിയുടെ പല്ല് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ദംഷ്ട്രകളാണ്. കോബ്രയെ ഇമു കൊന്നത് ഗുങ്കോയുടെ ആരോ ഫ്രൂട്ടിന്റെ പവർ വെച്ചിട്ടാണ്. ആ ടൈമിൽ ത്രോൺ റൂമിൽ ഉണ്ടായിരുന്ന സാബോ ആണെങ്കിൽ ഇമുവിന് നേരെ ഫയർ ഫിസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിനെ വലിയ കൊമ്പൻ പല്ലുകളുള്ള ഒരു ഷാഡോ വന്നിട്ടാണ് നിർവീര്യമാക്കുന്നത്. സോ അത് നമ്മൾ ഈ കണ്ട ഗോഡ് നൈറ്റിന്റെ പവർ ആയിരിക്കും. പുള്ളിയെ കാണാൻ യതിയുടെ റിസംബ്ലൻസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. ഈ യതി എന്ന് പറയുന്നത് മഞ്ഞുമലകളിൽ താമസിക്കുന്ന ഒരു ക്രീച്ചറാണ്. മഞ്ഞ് ഐസിന് ഫയറിനെ നിർവീര്യമാക്കാൻ പറ്റുമല്ലോ. പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഡ്രാഗണിനെ പറ്റിയാണ്. പുള്ളിക്കാരനൊന്നും ചെയ്യുന്നില്ല എന്നും പറഞ്ഞ് ഒരുപാട് പഴി കേട്ട ഒരു ക്യാരക്ടറാണ്. ഇപ്പൊ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, കൂമയെ സേവ് ചെയ്തത് പുള്ളിക്കാരനാണ്, അതേപോലെ ഷാങ്സിനെ സേവ് ചെയ്തത് പുള്ളിയാണ്. ലൂഫിയുടെ ലൈഫിൽ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ക്യാരക്ടേഴ്സാണ് ഷാങ്സും കൂമയും നമുക്ക് നന്നായിട്ട് അറിയാം. അതേപോലെ ഒരു ക്രൂഷ്യൽ ടൈമിൽ തന്നെയാണ് ലൂഫിയെ ഡ്രാഗൺ ലോക്ക്ഡൌണിൽ നിന്ന് രക്ഷിച്ചതും. പ്രസന്റ് ടൈം ലൈനിലാണെങ്കിൽ പുള്ളിക്കാരൻ മരി ജോയ്സിൽ വൻ വിഷയങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ഡ്രാഗൺ വെറുതെ ഇരിക്കുന്നില്ല ഗൈസ്. പുള്ളി ഇടപെടേണ്ട സമയത്തൊക്കെ കൃത്യമായിട്ട് കയറി ഇടപെടുന്നത് കൊണ്ടാണ് വൺ പീസിന്റെ സ്റ്റോറി ഇപ്പൊ ഇങ്ങനെ പോകുന്നത് തന്നെ. ഷാംറോക്ക് എന്തായാലും പ്രസന്റിൽ എൽബാഫിന്ന് തിരിച്ച് മരി ജോയ്സിലേക്ക് പോയിട്ടുണ്ടല്ലോ. ഡ്രാഗൺ അവിടെ ഉണ്ടെങ്കിൽ 38 വർഷങ്ങൾക്ക് ശേഷമുള്ള അവരുടെ ആ ഒരു ഫേസ് ഓഫ് നമുക്ക് അവിടെ വെച്ച് കാണാം. എന്തായാലും സൂപ്പർ എക്സൈറ്റഡ് ഫോർ ദ അപ്കമിങ് ചാപ്റ്റേഴ്സ്.